രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാത്തതിനാൽ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ LDF ഇത് ആയുധമാക്കും. എന്നാൽ മുകേഷിനെതിരായ കേസിൽ കോടതി വിധി വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നടപടിയെടുക്കാതിരുന്ന CPIM നേതൃത്വത്തെ കോൺഗ്രസ് തുറന്നുകാട്ടും. ഇനിയങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരിക്കും കേരള രാഷ്ട്രീയത്തിലെ ചർച്ചാ വിഷയം. കുറ്റം ആരോപിക്കപ്പെട്ടയാൾ നിയമസഭാ സാമാജികത്വം രാജിവെച്ചാൽ പിന്നീട് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ അവരെ തിരിച്ചെടുക്കുന്നതിനുള്ള നിയമ സംവിധാനം ഇല്ല. മുകേഷ് MLA-ക്കെതിരായ കേസിൽ അന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതാണിത്. ഇതാണ് കോൺഗ്രസിനുള്ള പിടിവള്ളിയും. കോടതി ശിക്ഷിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, പോലീസ് FIR പോലും ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്തില്ല. വരുന്ന ദിവസങ്ങളിൽ ഇതുയർത്തിപ്പിടിച്ചാണ് കോൺഗ്രസ് പ്രതിരോധം തീർക്കുക. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്നതുപോലെയുള്ള തെളിവുകൾ, സംഭാഷണങ്ങൾ, ചാറ്റുകൾ ഇതൊന്നും ആരുടെയും കാര്യത്തിൽ സമീപകാലത്തൊന്നും ഉണ്ടായില്ലെന്നാണ് CPM-ന്റെ മറുവാദം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം പുറത്തു വന്നതിന് പിന്നാലെ രാഷ്ട്രീയം പറയാനാകാതെ കുടുങ്ങുകയാണ് VD സതീശനടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ. വരുന്ന സെപ്റ്റംബർ 15-ന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ LDF-നും സർക്കാരിനുമെതിരെ ആഞ്ഞടിക്കാൻ തയ്യാറായിരുന്ന UDF നേതൃത്വത്തിന് തലയിൽ ഇടുത്തി പോലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയങ്ങൾ വന്ന് പതിക്കുകയായിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.